ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇസ ബേബിയുടെ മുടി വെട്ടുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു അവളെ മുടി കൊണ്ട് വെട്ടണം എന്നുള്ളത്, കട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മഴ കാരണം നടന്നില്ല. ഇന്ന് വലിയ മഴ ഒന്നുമില്ല, അതുകൊണ്ട് മുടി വെട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ നല്ലൊരു ഷോപ്പുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഷോപ്പുണ്ട്. നമ്മൾ പറയുന്ന പോലെ ചെയ്ത് തരും. അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ചു. താത്തയുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കൊണ്ടിട്ടാണ് മുടി കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾക്കും ഭയങ്കര ഹാപ്പിയാണ് മുടി ഇങ്ങനെ കട്ട് ചെയ്ത് സുന്ദരിയാവുന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അത് അവൾ നിങ്ങളോട് പറയാണ്. ഞാൻ ആ വോയിസ് കൊടുത്തില്ല. ഞങ്ങളിപ്പൻ്റെ കൂടെയാണ് പോകുന്നത്. ഞങ്ങളവിടുത്തെ പോകുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ, നല്ല പച്ചപ്പൊക്കെയാണ്. കൊച്ചു ചെയ്യാൻ പോയി. ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും. ടി വി തുറന്ന് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മൾ പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ, കാണാൻ നല്ല പ്രകൃതിയാണ്, നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ ഫോണ് പൊക്കി പിടിച്ചോണ്ട് അങ്ങനെ ഇപ്പം എൻ്റെ തല കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴി. അടുത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പ്. ശരിക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ വെയിൽ കാരണം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ വണ്ടിയിൽ പോവാമെന്ന്. അപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ മതി ബസ് സ്റ്റാൻഡ് എത്താൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്താറായിട്ടോ. ഇതാണ് പുളിബസാർ ബസ് സ്റ്റോപ്പ് അല്ല, ബസ് സ്റ്റാൻഡ്. നമ്മളവിടുന്ന് പോയി, അവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇതാണ് ഷോപ്പ് കേട്ടോ. ഷോപ്പ് ചെറുതാണെന്ന് നിങ്ങൾ നോക്കണ്ട. അവൻ്റെ കട്ടിങ് ഒക്കെ അടിപൊളിയാണ്. ഒരു ബായിയാണ്, അടിപൊളി കട്ടിങ്ങാണ്. നമ്മൾ പറയണത് എന്താണോ അതേപോലെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അവനോട് പറഞ്ഞാൽ അവനത് ചെയ്തു തരും. ബാക്കിയുള്ളവരോടൊക്കെ പറയുമ്പോൾ അവർക്ക് ചില ദേഷ്യ ഈർഷ്യൊക്കെ വരുമല്ലോ. ഇതങ്ങനല്ല, അവനോട് എന്ത് പറഞ്ഞാലും ദേഷ്യമല്ല, അവനത് ചെയ്തു തരും. അപ്പോൾ നമ്മൾ പോയപ്പോൾ അവിടെ ആളുണ്ടായിരുന്നു, 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഉള്ളിലിങ്ങനെ മുടി വെട്ടുന്നതിൻ്റെ ഒക്കെ ഒരു പൊടി പടലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്ത് കസേര ഇട്ടിട്ടിരുന്നു. അപ്പോൾ ബാപ്പയും അവൾ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. മുടി വെട്ടി വന്ന ആൾക്കാർ അവർ കട്ടിങ് കഴിയാൻ വേണ്ടി. അപ്പോൾ അവളെ കയറ്റി. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബായിയാണ്, ഡൽഹിയിലാണ് അവന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ ഇസ ബേബി മുടി വെട്ടുമ്പോൾ നന്നായിട്ട് കരയായിരുന്നു, വെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ അവൾക്കതൊരു ശീലമായി മാറി, നന്നായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. മൂക്കിൽ മുടി കയറൊന്നും പറഞ്ഞിട്ടാണ് മൂക്ക് ഇങ്ങനെ അടച്ച് പിടിച്ചിരിക്കുന്നത് കൈകൊണ്ട്. അപ്പോൾ അവൻ നന്നായിട്ട് വെട്ടിത്തരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ വെട്ടണം, അങ്ങനെ വെട്ടണം, അങ്ങനെ വെട്ടണം. അപ്പം ഞാൻ ഒരു മനസ്സിൽ കണ്ടതുപോലെ തന്നെയാണ്. ഒരുപാട് മുടി കളയണ്ടെന്നാണ് പറഞ്ഞ പോലെ, ഒരുപാട് മുടി കളയണ്ടെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാലും കുഴപ്പമില്ലാത്ത കട്ടിങ് ആയിരിക്കണം. അപ്പോൾ അവനെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവളെ നോക്കിയപ്പോൾ അവനക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. ജസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും കത്രിക എടുത്തുകൊണ്ട് വന്നു. പാവാണ് കേട്ടോ, നല്ല വൃത്തിക്ക് ചെയ്തു തരും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു.